നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ കാലമുണ്ട്. വല്ലാത്ത നിരാശയിലേക്കാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നവർ പോലും വീണു പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മനസ്സ് ലഭിക്കുന്നില്ല. പെട്ടെന്നൊന്നും തോറ്റു പോകുമ്പോൾ നിങ്ങൾ മനസ്സും അടുത്ത് പോകരുത് കുഞ്ഞുങ്ങളെ. ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിരാശപ്പെട്ടു പോകാതെ നിങ്ങളുടെ അപ്പയിലേക്കും അമ്മയിലേക്കും നോക്കണം. എത്ര തവണ തോറ്റിട്ടാണെന്നറിയാമോ ഇപ്പോൾ അവർ നിൽക്കുന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിയത്? അവർ തളർന്നില്ലല്ലോ. ശരിക്കും നമ്മൾ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ സാധാരണക്കാരെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ നിരന്തരം കാണുന്ന നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന പാഠപുസ്തകങ്ങളാണ് പ്രത്യാശയുടെ. നമുക്ക് മുമ്പേ ജീവിച്ചൊരു മുൻ തലമുറ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം പ്രത്യാശയുടെ പാഠമാണ്. ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ചൊരു തലമുറയാണ് നമ്മുടെ മുമ്പേ നടന്നു നീങ്ങിയത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ശുശ്രൂഷ ഒരാഴ്ച പിന്നിടുകയാണ്. 7ാമത്തെ ദിവസം എത്തുകയാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞാണ് ഓരോ ദിവസവും ഈ എപ്പിസോഡ്, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കായി ചെയ്യുന്നത്. ഏറെ പേർ പങ്കെടുക്കുന്നു, പങ്കുവയ്ക്കുന്നു. അതിനൊക്കെ നന്ദി. പ്രത്യേകിച്ച് ഏറെ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചിലർ വിളിച്ചും മെസ്സേജ് അയച്ചുമൊക്കെ ഇത് അറിയിച്ചാൽ ഞങ്ങൾ കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ദൈവജനവും കൂട്ടായ്മയിൽ സഭ ഒരുമിച്ച് ഈ യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷം ദൈവമഹത്വത്തിനായി കരയേറ്റുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മൾ ശനിയാഴ്ച വൈകുന്നേരമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നാളെ ഞായറാഴ്ചയാണ്. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്ലസ് 364 നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നാളത്തെ ഞായറാഴ്ചത്തെ 4 വായനകളുടെ വ്യാഖ്യാനം. ഇന്ന് മാർഗത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ വിഷയം മണിക്കൂർ സമാഗതമായി. ദ അവർ ഹാസ് കം. മണിക്കൂർ സമാഗതമായി. രക്ഷാകര ചരിത്രത്തിലെ ദൈവിക സമയത്തെക്കുറിച്ചാണ്. ടൈം, ദ ടൈം ഹാസ് അറൈവ്ഡ്. രക്ഷയുടെ നേരം സംജാതമായി. നമ്മൾ വായിക്കുന്ന വാക്യം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ആ മണിക്കൂറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നതാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറഞ്ഞവൻ, മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം എന്ന് പറഞ്ഞവൻ, ദേ ഇപ്പം പറഞ്ഞു തുടങ്ങുന്നു, മൈ അവർ ഹാസ് കം. എൻ്റെ സമയം അടുത്തിരിക്കുന്നു, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. അതിൻ്റെ പിടച്ചിലാണ് കർത്താവിന്. സമയം, ഇത് സമയത്തിൻ്റെയാണ്. ഇത് പീഡാസഹനത്തിൻ്റെ, കുരിശു മരണത്തിൻ്റെ സമയം അടുത്തപ്പോൾ കർത്താവ് അതിനു വേണ്ടി ഒരുങ്ങുകയാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. രക്ഷയുടെ സമയം സമാഗതമാകുന്നു. പഴയ നിയമത്തിലും ഈ ആശയം, ഈ സമയത്തിൻ്റെ ആശയം നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ സഭാപ്രസംഗൻ്റെ പുസ്തകം എക്ലേസിയാസ്റ്റസിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്ത സമയം, കെയ്റോസ്. റാൻഡം ടൈം അല്ല, ദൈവം തിരഞ്ഞെടുത്ത അപ്പോയിൻറ്റഡ് ടൈമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഈ ഭാഗം, സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാര്യം കിടപ്പുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. പക്ഷെ അതിൻ്റെ 9-ാമത്തെ വാക്യം വരെ വായിച്ചാൽ ഉണ്ടല്ലോ, നമുക്കും കുറച്ച് സമാധാനമാകും. അപ്പോൾ നമ്മൾ പറയും, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഏത് സമയം? കർത്താവിൻ്റെ സമയം, രക്ഷയുടെ സമയമുണ്ടെന്ന്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം. കവിത പോലത്തെ വാക്യങ്ങളാണത്. അത് സമയമെടുത്ത് വായിക്കണം. വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് പെസഹ, രക്ഷയുടെ സമയം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിൻ്റെ രക്തം, കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടിയിൽ തളിക്കുന്നൊരു നേരമുണ്ട്. അത് രക്ഷയുടെ മൊമെൻ്റാണ്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് കൊടുത്തൊരു സമയം. അത് ഇതിൻ്റെ പ്രീഫിഗറേഷനാണ്. കർത്താവ് കുരിശിലും മരിച്ച് ആ രക്തം ലോകത്തിന് മേൽ തളിക്കപ്പെടുമ്പോൾ അത് രക്ഷയുടെ സമയമായിട്ട് മാറുന്നു. ഇനി സഫറിങ് സെർവൻറ്റ്, ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്. ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ധ്യാനിക്കേണ്ടതാണ് യെശയ്യായിലെ സഹനദാസൻ. അതിൽ 53-ാം അധ്യായം 11-ാം വാക്യത്തിൽ
ഇൻ ഡ്യൂ ടൈം ഹി ഷാൽ സീ ലൈറ്റ്. സമയത്തിൽ, ദൈവം നിശ്ചയിച്ച സമയത്തിൽ അവൻ പ്രകാശം കാണും. കർത്താവ് നിശ്ചയിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിൽ ആകമാനമുണ്ട്. രക്ഷാകര ചരിത്രം മുഴുവനായിട്ടും എടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി, സാൽവേഷൻ, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ, അത് ഇതൾ വിരിയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. പ്രത്യേകിച്ച് 3 സ്റ്റെപ്സിലൂടെയാണ്. അത് രക്ഷാകര ചരിത്രത്തിലും നമ്മുടെ ജീവിതത്തിലും നമുക്കത് കാണാൻ പറ്റും. ദൈവം ഇടപെടുന്നത്, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്, പൂവിതൾ വിരിയുന്നത് പോലെ. ഒന്നാമത്തത് പ്രോമിസ്, ഒരു വാഗ്ദാനം വരും, പ്രോമിസ് വരും. രണ്ടാമത്തത് പ്രിപ്പറേഷൻ, ഒരുക്കം നടക്കും. ആ വാഗ്ദാന പൂർത്തീകരണത്തിലേക്കുള്ള ഒരുക്കത്തിൻ്റെ ഒരു കാലമുണ്ട്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് ഫുൾഫിൽമെൻറ്റ്. നമ്മൾ നോക്കിക്കോ, നമ്മുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വാഗ്ദാനം വരും, ഒരു പ്രോമിസ്, ഒരു പ്രിപ്പറേഷൻ നടക്കും, ഒരു ഒരുക്കം നടക്കും, ഒടുക്കം അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് നമ്മൾ എത്തും. അതായത് ഈ കുരിശു മരണം രക്ഷയുടെ മണിക്കൂറാണത്. ഈശോയുടെ പീഡാസഹനവും കുരിശു മരണവുമാണ് രക്ഷയുടെ മണിക്കൂർ. അത് നമ്മൾ ഈ വാതിലുകളുടെയൊക്കെ വിജാഗിരി പറയത്തില്ലേ, ഹിഞ്ച്, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഹോൾഡ് ചെയ്ത് നിർത്തുന്ന രക്ഷയുടെ മണിക്കൂർ. രക്ഷാകര ചരിത്രത്തിൻ്റെ സെൻറ്റർ ഈശോയുടെ പീഡാസഹനവും കുരിശു മരണവുമാണ്. ദ സെൻട്രൽ അവർ. എല്ലാ സമയവും ഇതിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അങ്ങനെയാണ് ഈ രക്ഷയുടെ മണിക്കൂറിനെ മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവൻ എല്ലാ കാലത്തുമുള്ള എല്ലാ മണിക്കൂറും, എല്ലാ നേരവും, എല്ലാ നിമിഷവും ഒഴുകിയെത്തുന്നത് ഈ മണിക്കൂറിലേക്ക്, ദ സാൽവേഷൻ അവറിലേക്ക്, രക്ഷയുടെ മഹത്വത്തിൻ്റെ മണിക്കൂറിലേക്ക്. എല്ലാ സമയത്തേക്കും, എന്നും എക്കാലവുമുള്ള എല്ലാ സമയത്തേക്കും കൃപ ഒഴുകുന്നത്, ഉറവ പൊട്ടുന്നത് ഈ പർട്ടിക്കുലർ മണിക്കൂറിൽ നിന്ന്, രക്ഷയുടെ ആ സമയത്തിൽ നിന്ന്. അതുകൊണ്ട് ഈശോയുടെ കുരിശു മരണത്തിൻ്റെ ആ നേരത്തെ, ആ സമയത്തെ ധ്യാനിക്കണം. ഹീ ഈസ് ദ ലോർഡ് ഓഫ് ടൈം. അവൻ സമയത്തിൻ്റെ നാഥനാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ, നമ്മുടെ രക്ഷയുടെ സമയം, ആ സമയം എന്നതിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണം. സെയിൻറ്റ് ഇരണേവൂസ് പറയുന്ന ഒന്നുണ്ട്, ക്രൈസ്റ്റ് സാങ്ക്ടിഫൈഡ് എവറി ഏജ് ബൈ പാസിംഗ് ത്രൂ ഇറ്റ് അറ്റ് ദ അപ്പോയിൻറ്റഡ് ടൈം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് സഹനത്തിലൂടെ കടന്നുപോയി, നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആ സമയത്തിലൂടെ, സഹനത്തിലൂടെ കടന്നുപോയി എല്ലാ കാലത്തെയും എല്ലാ സമയത്തെയും കർത്താവ് വിശുദ്ധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. നിശ്ചയിക്കപ്പെട്ടൊരു സമയം, ആ സമയത്തിലൂടെ ആര് കടന്നു പോകുന്നു? മിശിഹ കടന്നു പോകുന്നു. ആ കടന്നു പോകൽ എന്തിന് കാരണമാകുന്നു? എല്ലാ സമയത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് അത് കാരണമാകുന്നു. അതായത് പാഷൻ, ഈശോയുടെ പീഡാസഹനം, കുരിശു മരണം, ഇറ്റ് വാസ് നോട്ട് എ പ്രീ മച്വർ ഇവൻറ്റ്. സമയത്തിന് മുമ്പേ നടന്നതല്ല, നോട്ട് ഡിലേഡ്, ഒട്ടും വൈകിട്ടുമില്ല. ഇറ്റ് വാസ് നെയ്തർ പ്രീ മച്വർ നോർ ഡിലേഡ്. കൃത്യം സമയത്തിൻ്റെ പൂർത്തിയിൽ നടന്നതാണത്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, ഹി വെയിറ്റഡ് ഫോർ ദ അവർ നോട്ട് ബിക്കോസ് ഹി വാസ് വീക്ക് ബട്ട് ഹി വാസ് വൈസ്. ഹി വെയിറ്റഡ്, സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരുങ്ങുകയാണ് ഈശോ. കർത്താവിനറിയാം ഇതാണ് നടക്കേണ്ടത്, നേരെ അതിലേക്ക് കയറുകയല്ല. ഹി വെയിറ്റഡ് ഫോർ ദ ടൈം നോട്ട് ബിക്കോസ് ഹി വാസ് വീക്ക്, പേടിച്ചിട്ടല്ല, ബലഹീനനായിട്ടല്ല, മറിച്ച് ദൈവിക ജ്ഞാനത്തിൽ കർത്താവിനറിയാം ഇതാണ് രക്ഷയുടെ സമയം. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒബീഡിയൻസ്. പിതാവിൻ്റെ സമയത്തോട്, നിശ്ചയത്തോട്, കർത്താവിൻ്റെ പൂർണ്ണ അനുസരണത്തിൻ്റെ തെളിവാണ് അത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 599 നമ്മൾ കാണുന്നത്, ഗോഡ്സ് പ്ലാൻ അൺഫോൾഡ്സ് അക്കോർഡിംഗ് ടു ഡിവൈൻ വിസ്ഡം. ദൈവിക ജ്ഞാനത്തിലാണ് കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെട്ടു വരുന്നത്. അതിനെ മനസ്സിലാക്കാൻ നമുക്കും ഒരു ദൈവിക ജ്ഞാനം വേണം. കർത്താവിൻ്റെ സമയത്തെ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം. അത് CCC സിക് നോട്ട് 6 പറയുന്നത്, എംബ്രേസസ് ഫാദേഴ്സ് പ്ലാൻ. ഈശോ ദൈവിക പദ്ധതിയെ പുണരുകയായിരുന്നു കുരിശുമരണത്തിൽ എന്ന് പറയുന്നുണ്ട്. ജീസസ് ഓഫ് നാസ്രത്ത് എന്ന തൻ്റെ പുസ്തകത്തിൽ, ബെനഡിക്ട് 16 ഫേമസ് ബുക്കാണ് ജീസസ് ഓഫ് നാസ്രത്ത്. അതിൽ ദ അവർ, ഈ മണിക്കൂർ, ദ അവർ എന്ന് വെച്ചാൽ റെവലേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി ത്രൂ ലവ്. ഈ മണിക്കൂറുണ്ടല്ലോ, ഈ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പീഡാസഹനത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ മണിക്കൂർ, ഈ മണിക്കൂറിനെ ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്നത് റെവലേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി ത്രൂ ലവ്. സ്നേഹത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെട്ട നേരമാണ്.
സ്നേഹത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെട്ട നേരമാണ് ആ മണിക്കൂർ എന്ന്. നമുക്ക് ഇന്നത്തെ ഈ ധ്യാനം മണിക്കൂറിനെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, രക്ഷയുടെ നേരത്തെക്കുറിച്ച്, നേരം, സമയം, മണിക്കൂർ, ഇതിനെക്കുറിച്ച് നമ്മൾ നടത്തിയ ഇന്നത്തെ ധ്യാനം നമ്മളെ ഒരുക്കുന്നത് റിയലൈസ് ദാറ്റ് ദർ ആർ വെയിറ്റിംഗ് സീസൺസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ കാലമുണ്ട്. നമ്മൾ പഴയ രക്ഷാക ചരിത്രത്തിൽ പറഞ്ഞില്ലേ, ഒരു പ്രോമിസ് ഉണ്ട്, ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ചിലർ ആ പ്രോമിസ് റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പ്രിപ്പറേറ്ററി ടൈം ഉണ്ട്, ഒരു കാത്തിരിപ്പിൻ്റെ കാലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞേ. ഒരു വെയിറ്റിംഗ് സീസൺ ഉണ്ടെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വല്ലാത്ത നിരാശയിലേക്കാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നവർ പോലും വീണു പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മനസ്സ് ലഭിക്കുന്നില്ല. അത് രക്ഷാകര പദ്ധതിയാണ്. ദർ ഇസ് എ പ്രിപ്പറേറ്ററി ടൈം എന്നുള്ളത്. ഇമ്മീഡിയറ്റ് സക്സസ് നമുക്കൊരു പ്രലോഭനമാകരുത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ ഓർത്തേക്കണേ. ഇമ്മീഡിയറ്റ് സക്സസ്, പെട്ടെന്നൊന്നും തോറ്റു പോകുമ്പോൾ നിങ്ങൾ മനസ്സും അടുത്ത് പോകരുത് കുഞ്ഞുങ്ങളെ. ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിരാശപ്പെട്ട് പോകാതെ. 2 എണ്ണം കിട്ടിയില്ല, 5 എണ്ണം കിട്ടിയില്ല, നിരാശപ്പെട്ട് പോകാതെ. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നിങ്ങളുടെ അപ്പയിലേക്കും അമ്മയിലേക്കും നോക്കണം. എത്ര തവണ തോറ്റിട്ടാണെന്നറിയാമോ ഇപ്പോൾ അവർ നിൽക്കുന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിയത്? അവർ തളർന്നില്ലല്ലോ. ശരിക്കും നമ്മൾ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ സാധാരണക്കാരെന്ന് കരുതുന്ന, നമ്മുടെ വീട്ടിൽ നമ്മൾ നിരന്തരം കാണുന്ന നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന പാഠപുസ്തകങ്ങളാണ് പ്രത്യാശയുടെ. നമുക്ക് മുമ്പേ ജീവിച്ചൊരു മുൻ തലമുറ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം പ്രത്യാശയുടെ പാഠമാണ്. ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ചൊരു തലമുറയാണ് നമ്മുടെ മുമ്പേ നടന്നു നീങ്ങിയത്. തോൽവികളെ ഒത്തിരി ഏറ്റുവാങ്ങിയവരാണ് അവർ, തകർച്ചയേറെ കണ്ടവരാണ്. എന്നിട്ടും അവർ മനസ്സും അടുത്തില്ല. കാരണം അവർക്കറിയാം എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവത്തിരഹിതം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ച മുൻ തലമുറയുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുത്ത് ഈ വെയിറ്റിംഗ് സീസണെ ധ്യാനിക്കാൻ നമുക്ക് പറ്റട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ അവസാനം നമ്മൾ ചിന്തിക്കുന്നത് ഗോഡ്സ് അവർ നെവർ അറൈവ്സ് ലേറ്റ്. ഗോഡ്സ് അവർ നെവർ അറൈവ്സ് ലേറ്റ്. ദൈവത്തിൻ്റെ സമയം ഒരിക്കലും വൈകി വരില്ല. ഗോഡ്സ് അവർ നെവർ അറൈവ്സ് ലേറ്റ്. ദൈവത്തിൻ്റെ സമയം ഒരിക്കലും വൈകി വരില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, രക്ഷയുടെ മണിക്കൂറിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. വാഗ്ദാനത്തിൻ്റെ സമയമുണ്ടെന്ന്, ഒരുക്കത്തിൻ്റെ സമയമുണ്ടെന്ന്, പൂർത്തീകരണത്തിൻ്റെ സമയമുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഒരുക്കത്തിൻ്റെ കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കാത്തിരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. രക്ഷയുടെ മണിക്കൂറിൽ നിന്ന്, കുരിശു മരണത്തിൻ്റെ നിമിഷത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് കൃപ എല്ലാ കാലവും ഒഴുകിയെത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.